സ്നാനമെടുത്താല് അവൻ ലോകസ്ഥാനത്തിനു മുമ്പേ ദൈവം കണ്ടെത്തിയത് ക്രിസ്തുവിൽ നിവർത്തിക്കപ്പെടണം. സ്നാനമെടുത്തില്ലെങ്കിൽ നിവർത്തിക്കാൻ പറ്റുകയില്ല. എന്താണ് സ്നാനം? സ്നാനം പലതുമുണ്ട്. ആത്മസ്നാനമുണ്ട്, അഗ്നിസ്നാനമുണ്ട്, ജലത്തിന്റെ സ്നാനമുണ്ട്. ജലത്തിന്റെ സ്നാനം എടുക്കുമ്പോ ആത്മസ്നാനം വെളിപ്പെടുന്നു, ആത്മസ്നാനം എടുക്കുമ്പോ അഗ്നിസ്നാനം വെളിപ്പെടുന്നു. അതാ സ്നാനം. അപ്പൊ ഒരു യേശുവിൽ മുങ്ങുമ്പോൾ, അവൻ യേശുവിനെ കുറിച്ച് മുങ്ങുമ്പോൾ, യേശുവിനെയും പിതാവിനെയും പുത്രനും പരിശുദ്ധാത്മാവിനെ കുറിച്ച് മുങ്ങുമ്പോൾ ഒരു വ്യക്തിയില് 3 ദൈവിക ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. 1 ജലത്തിന്റെ സ്നാനം, 2 ആത്മസ്നാനം, 3 അഗ്നിസ്നാനം. ഈ സ്നാനം മൊത്തം അവൻ ദൈവത്തിന്റെ ആത്മാ വ്യാപരിക്കുന്നു. അതിലാണ് ഒരു വ്യക്തി ദൈവത്തിൽ അറിയപ്പെടുന്നത്. അപ്പൊ ദൈവത്തിൽ അറിയപ്പെടുക. രണ്ടാമത്തെ സ്നാനം എവിടെ കിടക്കുന്നു പറഞ്ഞാൽ, ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് കടന്നു വരുമ്പോൾ അവരൊരു സ്നാനമെടുത്തു. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തില് ഒരു കൂട്ടം ജനങ്ങള് ചെങ്കടലിനകത്തൂടെ സ്നാനമെടുത്തു. മേഘത്തിൽ കീഴും ചെങ്കടലും സ്നാനമെടുത്തു. അപ്പൊ പഴയ ഏർപ്പാട്ടിനകത്തും വിശ്വാസികൾ സ്നാനമെടുത്തു. അവിടെയും കുപ്പിയിൽ തളിച്ചില്ല. എന്താ? പഴയ ഏർപ്പാട്ടിൽ സമാധാന കൂടാരമുണ്ടായിരുന്നു. എന്നാലും അതിന്റെ മുമ്പിൽ കൂടിയെടുത്ത് രക്ത ഉടമ്പടിക്ക് രക്തം തന്നെ തളിക്കപ്പെട്ടു. പക്ഷെ അവിടെ സ്നാനമല്ല. പക്ഷെ ഇവര് ജലത്തിൽ കൂടെ കടന്നു വന്നപ്പോ സ്നാനമായി മാറി. അപ്പോ സ്നാനം വേദപുസ്തകത്തിനകത്തുണ്ട്. അടുത്ത